രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണമെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും മുരളീധരൻ. തിരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം നേടിയ UDFന്റെ വിജയത്തിന് ശേഷവും MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ട അതിനുശേഷവും ആദ്യമായാണ് കെ മുരളീധരൻ മാതാപിതാക്കളുടെ അനുഗ്രഹം തേടാൻ തൃശൂർ പൂങ്കുന്നം മുരളി മന്ദിരത്തിൽ എത്തിയത്. മുരളി മന്ദിരത്തിൽ എത്തിയ അദ്ദേഹം പിതാവ് ആദ്യം കെ കരുണാകരന്റെയും മാതാവ് കല്യാണിക്കുട്ടിയമ്മയുടെയും സ്മൃതി കുടീരങ്ങളിൽ പുഷ്പാർച്ചന നടത്തി പ്രാർത്ഥിച്ചു. രാവിലെ ഗുരുവായൂർ സന്ദർശനത്തിന് ശേഷം രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് വരണമെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ക്യാബിനറ്റിൽ ആവശ്യമാണെന്നും കെ മുരളീധരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. നല്ലൊരു തെരഞ്ഞെടുപ്പ് വിജയം ഉണ്ടായതിനു ശേഷം ഇവിടെ വന്ന് മാതാപിതാക്കളെ അവരുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ള ഉദ്ദേശവും കൂടിയാണ്. മറ്റൊന്നും സന്ദർശനത്തില്ല. ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച് വന്നതിന് ശേഷമുള്ള ആദ്യ സന്ദർശനം. പിന്നെ മലയാള മാസം 1-ാം തീയതിയാണ് ഗുരുവായൂർ സന്ദർശനവും കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെയും മന്ത്രിസ്ഥാനം ഹൈക്കമാൻഡും രമേശ് ചെന്നിത്തലയും ചേർന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. രമേശ് എക്കാലത്തും ഹൈക്കമാൻഡ് നിലപാടുകൾ അംഗീകരിച്ചിട്ടുള്ള അച്ചടക്കമുള്ള പ്രവർത്തകനാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിലും അദ്ദേഹം ഹൈക്കമാൻഡിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.